ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരള സംസ്ഥാനത്തിലെ ഏറ്റവും നല്ല പച്ചക്കറി കൃഷിക്കാരനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തി, അതായത് 2012 അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് ശ്രീ സി ഹരിഹരൻ. ആലപ്പുഴ ജില്ലയിലെ അരൂക്കുറ്റിയിലാണ് അദ്ദേഹം താമസിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങളും. അവിടുത്തെ മനോഹര ദൃശ്യങ്ങളാണ് ഈ ആഴ്ചയിൽ. നമുക്കതൊന്ന് വിശദമായിട്ട് കാണാം. എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത, അവിടെ ഗ്രീൻ ഹൗസിനകത്ത് മേരിഗോൾഡ്, അതായത് ബന്ദിപ്പൂ കൃഷി ചെയ്യുന്നു. ശ്രീ ഹരിഹരൻ്റെ ഭാഷ്യത്തിൽ വളരെയധികം സാമ്പത്തിക വിജയം നേടാൻ കഴിവുള്ള ഒരു കൃഷിയാണ് ബന്ദിപ്പൂ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇതുകൂടാതെ ഒട്ടനവധി പച്ചക്കറികൾ വളരെ ഭംഗിയായിട്ട് അവിടെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. അതുമൊക്കെ നമുക്കൊന്ന് കാണാം. ഏവർക്കും സ്വാഗതം. ഇത് മേരിഗോൾഡ് അല്ലേ? അതെ അതെ, ഇത് യെല്ലോ മേരിഗോൾഡ്. യെല്ലോ മേരിഗോൾഡ്. ഈ ഗ്രീൻ ഹൗസിനകത്ത് മേരിഗോൾഡ്. അതെ, കേരളത്തിലെ ആൾക്കാർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. അത് വളരെയധികം സാധ്യതകളാണ് നമ്മുടെ ഈ പൂക്കൃഷി രംഗത്തുള്ളത്. അത് ശരി. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ നിന്നാണ് പൂ വരുന്നത്. പക്ഷെ തമിഴ്നാട്ടിൽ ഏകദേശം 35% പൂക്കൃഷിക്കാരില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അവിടെ 16 മണിക്കൂർ കറണ്ട് കട്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റ് തൊഴിലാളി ലഭ്യത ഇല്ലായ്മ. ഇപ്പൊ ഇതൊക്കെ കൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ പൂക്കൃഷിക്ക് വളരെ സാധ്യതയാണ് കേരളത്തിലുള്ളത്. കേരളത്തിലാണ് പൂവിന് വില വല്ലാതെ. നമുക്ക് ഈ ആഘോഷങ്ങളും ക്ഷേത്രങ്ങളും ഓണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടലായിട്ട് തമിഴ്നാടിനാണല്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതെ അതെ അതെ. ഇതിനെന്തെങ്കിലും പ്രത്യേക പേരുണ്ടോ? ഇതിന് അമരി സീഡ്സ് കമ്പനി എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടഡ് സീഡാണ്, USA ബേസ്ഡ് ഒരു കമ്പനിയാണ്. അവരാണ് വേൾഡ് ഫേമസ് ഈ മാരിഗോൾഡ് മാത്രമാണ് അവരുടെ പ്രധാനമായിട്ടും സീഡ്. അത് ശരി. ഇത് നട്ട് എത്ര നാളാകുമ്പോ പൂവായി തുടങ്ങും? നട്ട് ഒരു 35 ദിവസം കഴിയുമ്പോൾ ഫസ്റ്റ് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യും. എത്ര നാൾ വരെ നിൽക്കും? ഒരു 3-4 മാസം വരെയൊക്കെ നമുക്ക് ഇപ്പൊ നമ്മളിതിപ്പോ 2.5 മാസത്തോളം ആയി ഇപ്പൊ തന്നെ എടുക്കാൻ തുടങ്ങി. അതെ, ഞാൻ ഓണം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ മാരിഗോൾഡ് കൾട്ടിവേഷൻ. ഇപ്പൊ ഈ 2.5 മാസത്തിനിടയ്ക്ക് ഈ ഗ്രീൻ ഹൗസിൽ നിന്ന് എത്ര കിലോ കിട്ടിയത്? ഇത് വളരെ ചെറിയൊരു ഗ്രീൻ ഹൗസ് ആണ്. എത്ര സ്ക്വയർ മീറ്റർ? 200 സ്ക്വയർ മീറ്റർ ഗ്രീൻ ഹൗസ് ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു 200 കിലോത്തോളം പൂക്കൾ നമ്മൾ ഇതിനകത്ത് ഹാർവെസ്റ്റ് ചെയ്തു. അത് ശരി. 200 കിലോ ഹാർവെസ്റ്റ് ചെയ്ത് ഒരു ശരാശരി എന്ത് വില വെച്ച് കിട്ടിയിട്ടുണ്ട്? ശരാശരി നമുക്ക് ഓണത്തിന് ഇടയ്ക്ക് ആ ഒരു സമയത്ത് നമുക്കൊരു 110 രൂപയൊക്കെ കിലോയ്ക്ക് റേറ്റ് കിട്ടി. ഇപ്പൊ നമുക്കൊരു 70 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. ഇപ്പൊ ഓണത്തിനൊക്കെ ഇതിന്റെ വിൽപ്പന വില എത്ര രൂപ? ഓണത്തിന് 380-400 രൂപയോളം ഒരു കിലോ പൂവിന്. നമ്മള് ബന്ദിപ്പൂ എന്ന് പറയുന്ന സാധനം അല്ലേ? അതെ അതെ. ഇത് പല കളറുള്ള ബന്ദിപ്പൂ ഉണ്ടെങ്കിലും ഈ യെല്ലോ മാരിഗോൾഡിനാണ് കൂടുതലും മെഡിസിനൽ വാല്യൂ ഉള്ളത്. ഈ കോഴിമുട്ടയുടെ മഞ്ഞക്കുരു ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുഡിൽ കളർ ചേർക്കാനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ മെഡിസിന് വേണ്ടിയിട്ട് ഇതിന്റെ എക്സ്ട്രാക്ഷൻസ് എടുക്കുന്നുണ്ട്. അതിൽ ഇതിന് ഈ നടു അങ്ങ് അറ്റം വരെ എതളാം. അതെ അതെ അതെ, കംപ്ലീറ്റ് വിരിയാണ്. എന്റെ പെറ്റൽസിന് വളരെ ഈ ചെറിയ പെറ്റൽസ് ആണ്. ഇതിന് ഈ പൂവിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. പൂക്കടക്കാർ അതൊക്കെ നോക്കുമായിരിക്കും. അതെ 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 അതെ. ഈ വലിയ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ നിറമാലകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പൂക്കൾ കൊണ്ടാണ് അവര്
ഹരി ഇപ്പൊ ഇതിന്റെ വിളഞ്ഞത് വിത്തായിട്ട് എടുക്കുമോ അതോ വേറെ വിത്ത് എടുക്കുമോ? ഇല്ല, ഇതിന്റെ വിത്ത് അവരങ്ങനെ F1 വെറൈറ്റിയാണ്. ഇതിന്റെ വിത്തുകൾ അങ്ങനെ ഇല്ല, നമ്മൾ ആവശ്യത്തിന് വാങ്ങിക്കുക തന്നെ അല്ലാണ്ട് ഇതുപോലെ മൂത്ത പൂവ് എടുത്താൽ ഇല്ല. മൂത്ത പൂവ് എടുത്താൽ അതിനകത്ത് വിത്ത് വളരെ കുറവാണ്. മറ്റതുപോലെ ഒരുപാട് അതില്ല. ഇതിന് എങ്ങനെയാണ് വളപ്രയോഗം? എന്താണ് നമ്മൾ ഇതിന്റെ സീലിംഗ് ട്രേ ഉണ്ടല്ലോ സാർ, 99 ഹോൾസ് ഉള്ള ചെറിയ ട്രൈകളുണ്ടല്ലോ, ആ ട്രേയുടെ അകത്ത് ട്രൈക്കോഡർമയും ചാണകപ്പൊടിയും മണ്ണും വെച്ചിട്ട് നമ്മൾ അതിന്റെ ബെഡ് ഇതിന്റെ സീലിംഗ് ഇത് തയ്യാറാക്കുന്നു. അപ്പൊ അതിനകത്തേക്ക് ചാണകപ്പൊടിയും മണ്ണും ട്രൈക്കോഡർമയും കൂടി എന്നിട്ട് അതിനകത്ത് സീഡ് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് ഒരു 7 ദിവസം കഴിയുമ്പോഴത്തേനും അതിന്റെ മുള വരാൻ തുടങ്ങും. അങ്ങനെ ഒരു 25 ദിവസം പ്രായമായിട്ടുള്ള ചെടികളാണ് നമ്മൾ. ഒരു ഹോളിനകത്ത് ഒരു സീഡ് മുളച്ചു വരും. 500 ചെടികളാണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബെഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റെഡ് സോയിൽ, അതുപോലെ തന്നെ ട്രൈക്കോഡർമ, പിന്നെ വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, കോയർപ്പിത്ത്, ഇത്രയും വെച്ചിട്ടാണ് ഇതിന്റെ ബെഡ് തയ്യാറാക്കിയത്. ഫസ്റ്റ് ചെടി ഇങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ നടുക്കൊന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ ബ്രാഞ്ചസ് കൂടുതലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ 35 ദിവസം 40 ദിവസം ആകുമ്പോൾ ഫസ്റ്റ് ഫ്ലവറിങ് നടത്താൻ പറ്റും. ഫസ്റ്റ് ഫ്ലവറിങ് കഴിഞ്ഞ് നമ്മൾ ഈ പൂവ് ഇവിടെ വെച്ച് നമ്മൾ ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളത് ഈ തണ്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചി കൊടുക്കണം. അപ്പൊ കൂടുതൽ ബ്രാഞ്ചസ് അവിടെ നിന്ന്. അപ്പൊ അത് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ മെത്തേഡുകളൊക്കെ ഇതിനകത്ത്. പൂ ഇവിടെ വെച്ച് പറിച്ചെടുത്തിട്ട് ഈ തണ്ടിന്റെ അവിടെ വെച്ചിട്ട് ശരിക്കും അതിന്റെ തൊലി കുറച്ചൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ബ്രാഞ്ചസ് കൂടുതലായിട്ട് ഇവിടെ ഈ ജംഗ്ഷനിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് വരും. ശരിക്കും പറഞ്ഞാല് നമ്മൾ മറ്റു വിളകളിലേക്കാളും വളരെ കെയർ കുറച്ചുകൊണ്ട് വളരെ ലാഭകരമായിട്ട് നമുക്ക് ഈ മാരിഗോൾഡ് കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റും. ഒരു 1000 സ്ക്വയർ മീറ്റർ ഗ്രീൻ ഹൗസ് എന്ന് പറയാൻ നമുക്ക് അതിനകത്ത് നിന്ന് ഒരു 3000 ചെടികൾ നമുക്ക് നടാൻ പറ്റും. നമ്മൾ 3100ഓളം ചെടികൾ നടാം. 1 കിലോ സാധാരണ കമ്പനി പറയുന്നത് 1.5 കിലോയാണ് പറയുന്നത്. 1 കിലോ കിട്ടിയാൽ പോലും 3000 കിലോയെ കിട്ടും. ആവറേജ് ഒരു 70 രൂപ കിട്ടുവാണെങ്കിൽ 75 രൂപയുടെ അടുത്ത് റേറ്റ് കിട്ടിയാൽ ഒരു 3 ലക്ഷം രൂപ 280-അടുത്ത് നമുക്ക് 3.5 മാസം കൊണ്ട് ഇതിനകത്ത് ഹാർവെസ്റ്റ്. പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെന്റ് വളരെ കുറവാണ്.